ഓണമല്ല ഏത് വിശേഷാവസരം വന്നാലും മലയാളിക്ക് കൃഷിയിടത്തിൽ ഒരു വെറൈറ്റി കാഴ്ചാനുഭവം കഞ്ഞിക്കുഴിയിലെ കർഷകർ നൽകാറുണ്ട്. ചൊരിമണലിൽ പൊന്നു വിളയിക്കുന്ന കർഷകരാണവർ. ഇത്തവണ പൂച്ചെടികളും ഒപ്പം തന്നെ പച്ചക്കറികളും കൊണ്ട് വലിയൊരു പൂക്കളം തന്നെയാണ് കഞ്ഞിക്കുഴിയിലെ യുവ കർഷകനായ സുജിത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് ന്യൂസ് 18 ഇനി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സുജിത്ത്, അപ്പൊ നമ്മൾ ഇവിടെ എത്രമാത്രം സ്ഥലത്താണ് കൃഷിയുള്ളത്? അത് കൃഷി മീൻസ് ഈ പൂക്കളം ഒരുക്കിയത് 6 സെന്റ് സ്ഥലത്താണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ 6 സെന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഓപ്പൺ ഫീൽഡിൽ ചെയ്യുന്നേക്കാളും നല്ല സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു. 25,000 രൂപ മുടക്കിയാണ് നമ്മൾ ഈ തോട്ടം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇവിടെ ഫോട്ടോ സെഷനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? കല്യാണ സീസൺ ഒക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള 1-2 പാർട്ടിക്ക് പ്രധാനപ്പെട്ടവരൊക്കെ വന്നെടുത്തു. പിന്നെ ഇപ്പൊ ആൾക്കാർ വന്ന് കണ്ടോട്ടെ, ആസ്വദിച്ചോട്ടെ, ഓണല്ലേ. സുഹൃത്ത്, ഇത് എന്തായി കാണുന്നത്? അതിമനോഹരമായിരിക്കുന്നു. അതായത് എനിക്ക് സൂര്യകാന്തി പാടം ഓർമ്മയുണ്ട്, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. കുറച്ചു നാൾ മുമ്പ് നമ്മുടെ ഇവിടെ തന്നെ ഒരു കഞ്ഞിക്കുഴിയിൽ തന്നെ ഒരു സൂര്യകാന്തി പാടം ഉണ്ടാക്കി. അന്ന് സുജിത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു വെറൈറ്റി മാന്ത്രയോദ്യമുണ്ട്. അതായത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വില കുറഞ്ഞാലും ടൂറിസം സാധ്യത നമ്മൾ പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ അത് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. ഇതും അങ്ങനെയൊക്കെ തന്നെ ഒരു ലക്ഷ്യമാണല്ലോ. എന്തായാലും അടിപൊളി. കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മള് കായൽ ചെയ്തായിരുന്നു, മറന്നുപോയാ? ഓണത്തിന് കായലിൽ ഒഴുകി നടക്കുന്ന അല്ലെ പൂപ്പാടം നമ്മൾ കവർ ചെയ്തായിരുന്നല്ല അത്. അപ്പൊ അതുപോലെ ഒരു പുതുമ എപ്പോഴും മലയാളികൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതനുസരിച്ചാണ് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് വന്നത്. ആഹാരത്തിനും അലങ്കാരത്തിനും എന്ന രീതിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ 6 സെന്റ് സ്ഥലത്ത് പൂവും പച്ചക്കറിയായിട്ട് 10,000 ചോട് 3 മാസം മുമ്പേ നട്ടുപിടിപ്പിച്ച് എല്ലാരും ഒക്കെ അത്തപ്പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ട് 4-5 ദിവസങ്ങളൊക്കെ ആയിട്ടുള്ളല്ലോ. അപ്പൊ അതുകൊണ്ടൊരു വെറൈറ്റി ആയിട്ട് ആണ് ഇത്ര നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് സുജിത്ത് പറയുന്നത്, ഒരു കഠിനാധ്വാനം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തവണ ഈ അത്തപ്പൂക്കളം മാത്രമേ ഉള്ളൂ അതോ വ്യാപകമായി കൃഷിയുണ്ട്? വലിയ കർഷകനാണ് കേട്ടോ. ജോലിയൊക്കെ ഉപേക്ഷിച്ച് കാർഷിക വൃത്തിയിലേക്ക് വന്നിട്ടുള്ള ആളാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒരുപാട് അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? 4 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 4 പ്രാവശ്യം, വലിയ പുള്ളിയാണ്. അപ്പൊ സുജിത്തെ, ഇത്തവണ ഈ അത്തപ്പൂക്കളമാണോ അതോ മലയാളികൾക്ക് മുഴുവൻ കഴിക്കുന്ന ജൈവ പച്ചക്കറിയുമായി ഒരുപാട് കൃഷിയുണ്ടോ? ഇപ്പം കഴിഞ്ഞ ഒരു 4-5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ കേരളത്തിൽ പൂക്കൃഷിയിൽ വലിയൊരു തരംഗം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിത്തന്നെ ഓർത്ത് വെച്ചിട്ട് പൂക്കൾ ഇച്ചിരി കുറച്ചുകൊണ്ട് പച്ചക്കറി മിക്സ് പ്രാധാന്യം കൊടുക്കാൻ ഓർത്തു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയാണല്ലോ. അപ്പൊ അതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വിളയിച്ചു കഴിഞ്ഞാൽ പൂവിനും പച്ചക്കറിക്കും ഒരേപോലെ പ്രാധാന്യം കിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതലും ഫോക്കസ് ചെയ്ത പച്ചക്കറിയാണ്. ഇപ്പൊ ഈ തോട്ടം ഫുള്ള് പച്ചമുളകും വഴുതിനൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 6 സെന്റ് സ്ഥലത്ത് പൂവിനായിട്ട് മാത്രം സെലക്ട് ചെയ്യും. അവിടെ ഫുള്ള് ചെയ്തിരിക്കണ്ട കീടനിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഇടവിലായിട്ട് എല്ലാ തോട്ടങ്ങളും ചെയ്തു കൊടുത്തു. കീടനിയന്ത്രണം എന്ന് പറയുമ്പോഴത്തേക്കും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടും. പൂക്കളാണ് ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ എന്തോരം കീടങ്ങളാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ട്, എല്ലാ ബൗണ്ടറിയിലൊക്കെ ചെയ്തു കൊടുത്തോണ്ടാണ് നമ്മൾ അങ്ങനത്തെ രീതിക്കാണ് കൃഷിത്തോട്ടങ്ങളെല്ലാം പരിപാലിക്കുന്നത്. പക്ഷെ കീടം വന്നാൽ ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കിക്കോണം, അത് വേറൊന്നാണ്. അതായത് ജൈവ പച്ചക്കറിയാണ്, വിഷമടിക്കാത്ത പച്ചക്കറിയാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പച്ചക്കറി 100% ക്വാളിറ്റിയിലാണ് നമ്മളെല്ലാ സമയത്തും വിൽക്കാറുള്ളത്. അപ്പൊ ആരും കാണുന്നതല്ല. അതുകൊണ്ട് തന്നെ വാങ്ങിക്കാനൊക്കെ ആൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ടാകും നമ്മുടെ സൂര്യകാന്തി പാടത്തിലൊക്കെ നിറയെ ആളുകൾ ഫോട്ടോഷൂട്ടിനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓണമാണ്, കല്യാണ സീസണാണ്, വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ഒത്തിരി നടക്കുന്ന ഒരു സമയം കൂടി. അപ്പൊ അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത്? അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാലേ പറിക്കാൻ എനിക്ക് മടിയാണ് പൂക്കള്. ഇപ്പൊ എന്നൊന്നിലേക്കായിട്ടാണ് ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തി തുടങ്ങിയത്. അപ്പൊ ഓണത്തിന് എത്ര വില വന്നാലും ഈ പൂക്കള് ഞാൻ പറിക്കണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ ഓണം കഴിഞ്ഞൊക്കെ ഫ്രീ ആയിട്ടുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു അവസരമാണ് ഇവിടെ ഒരുക്കുന്നത്. എന്തൊക്കെ പൂക്കളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്? ഇവിടെ പ്രധാനമായിട്ടും ബന്ദി, ജമന്തി, വാടാമല്ല, ചീര, പച്ചമുളക്, അങ്ങനെയുള്ള ഡിഫറെന്റ് കളർ അങ്ങനെയുള്ള ഡിഫറെന്റ് 15 വെറൈറ്റിയോളം പൂക്കളും 2 വെറൈറ്റിയോളം പച്ചക്കറിക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ ഈ നാട്ടിലെ പൂക്കൾ അല്ലാണ്ട് അല്ലാത്ത പൂക്കളും ഉണ്ടല്ലോ. എവിടെ? ഇതിനകത്ത് വെച്ചിരിക്കുന്നതിനകത്ത് കുറച്ച് പൂക്കള് അത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് മൊട്ട് വാങ്ങിക്കാൻ കിട്ടും, വ്യത്യസ്ത കളർ. അപ്പൊ അങ്ങനെയുള്ള പൂക്കൾ നമ്മളിവിടെ കൊണ്ട് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫ്ലവർ നമ്മളോട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി ഒരു നമ്മുടെ വാടാമുല്ല പൂക്കളുടെ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടല്ലോ, ഒരു റെഡ് ഇനത്തിൽപ്പെട്ടത്. റെഡ് ഇനത്തിൽപ്പെട്ട ഇപ്പൊ വാടാമുല്ല 5ഓളം വെറൈറ്റികൾ ഇപ്പം നിലവിലുണ്ട്. ഇവിടെ നമ്മൾ 3 വെറൈറ്റിയാണ് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത്. റെഡ് ഉണ്ട്, വയലറ്റ് ഉണ്ട്,
വെള്ളയുണ്ട് പ്രധാനമായിട്ടും. നിറയെ ചിത്രശലഭങ്ങളായിട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കും വേറൊരു ഫീലാണ്. നിറയെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ഇവിടെ. ഒപ്പം നല്ല പൂക്കളുടെ മണവും ഒക്കെ. ശരിക്കും ഒരു ഓണം മൂട് അല്ലെ? എന്ത് മൂട്, ഏത് മൂടെന്ന് ചോദിച്ചാല് ഓണം മൂട്, പൊളി മൂട്. മന്ത്രി രാവിലെ വന്ന് ഡാൻസ് കളിച്ചിട്ട് പോയതേ ഉള്ളു. പി പ്രസാദ് കൃഷിമന്ത്രി ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വളരെ ഭംഗിയുള്ള ഒരു പൂന്തോട്ടമാണ്. മാത്രമല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടെ കൃഷി ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനകത്ത് ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം എന്നതിനപ്പുറത്തേക്ക് സുജിത്ത് കണ്ടെത്തിയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് അതിനെ ഒരു ടൂറിസ്റ്റ് സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി അത് എത്രമാത്രം ഫലപ്രദമാക്കി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും അത് വലിയ സക്സസ്ഫുൾ ആയി തന്നെയാണ് കഞ്ഞിക്കുഴിയിലെ യുവ കർഷകനായ സുജിത്ത് ആ കാര്യങ്ങളിൽ വളരെ മികവാർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും വളരെ മനോഹരമായ ഒരു ഓണക്കാഴ്ച തന്നെയാണിത്. ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.